ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ചൂടുപിടിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാടകം മാത്രമാണോ ഇത്, അതോ ദേവസ്വം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള കളികളാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടുമില്ല. ദേവസ്വം ബോർഡിന്റെ വിശദീകരണവും ദേവസ്വം രേഖകളും അങ്ങ് ചേരാത്ത അവസ്ഥ. അപ്പോഴാണ് നിർണായക വെളിപ്പെടുത്തലുമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കുന്ന കമ്പനി എത്തിയിരിക്കുന്നത്. ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ വിഗ്രഹത്തിൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടെന്നത് തന്നെ. 2019 ശബരിമലയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളല്ല 39 ദിവസങ്ങൾക്ക് ശേഷം കരാർ കമ്പനിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് കമ്പനി നൽകുന്ന നിർണായക വിവരം. ഒരിക്കൽ സ്വർണം പൂശിയ ലോഹങ്ങൾ തങ്ങൾ സ്വീകരിക്കാറില്ലെന്നും കരാർ കമ്പനി പറയുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് അഴിച്ചുകൊണ്ടു പോകുമ്പോൾ 42.5 കിലോയോളം വരുന്ന ശില്പം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് 40 കിലോയോളം മാത്രം ഭാരത്തോടെയാണ്. ഇതിലെ വാക്സ് കഴുകിക്കളഞ്ഞപ്പോൾ 38 കിലോ ഉണ്ടായിരുന്നുള്ളൂ എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അഴിച്ചുകൊണ്ടുപോയവർക്ക് ഈ കണക്കിൽ വന്ന പാളിച്ച തന്നെയാണ് ഇതിന് പിന്നിലെ കളികൾ തുറന്നു കാണിച്ചിരിക്കുന്നത്. വിവാദം മുറുകിയതോടെ വിഷയത്തെ ക്രൈംബ്രാഞ്ചിന് വിടണമല്ലോ എന്ന തലവേദനയിലാണ് സർക്കാർ. 1998 സ്വർണം പൊതിഞ്ഞതും 2019 ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൂശിയതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. പോറ്റി സ്പോൺസർഷിപ്പിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന വാദവും ഇപ്പോൾ കരുത്താർജിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ജൂലൈ മുതൽ ഈ പണപ്പിരിവ് സംബന്ധിച്ചുള്ള പരാതി ഉയർന്നെങ്കിലും സ്വർണ്ണപ്പാളി വിവാദം വന്നതോടുകൂടിയാണ് സംഭവത്തിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനമായത്. ദ്വാരപാളികളിൽ 40 വർഷം വാറന്റിയുള്ളതാണെന്നും ചെന്നൈയിൽ സ്വർണം പൂശിയ സ്ഥാപനം തന്നെ ശരിയാക്കി തരുമെന്നും പോറ്റി പറഞ്ഞത് പ്രകാരമാണ് കൊടുത്തുവിട്ടതെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. എന്നാൽ 2019 പൂശാൻ നൽകിയത് സ്വർണമല്ലെന്നും 14 ചെമ്പ് പാളികളുമാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ചെമ്പ് പാളി തന്നിട്ട് സ്വർണ്ണപ്പാളിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നതാണ് പോറ്റിയുടെ വാദം. ബംഗളൂരുവിലേക്ക് പാളി കൊണ്ടുപോയെന്നത് പോറ്റി സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ശബരിമലയിൽ നിന്ന് പോകുന്നവർ വീട്ടിൽ പോയിട്ടേ മറ്റിടങ്ങളിൽ പോകാവൂ എന്നതുകൊണ്ടാണത്രേ. ഉടൻ തന്നെ ഇവ തിരികെ എത്തിക്കണമെന്ന് ദേവസ്വം പറയാത്തത് കൊണ്ടാണ് 45 ദിവസം അത് കൈവശം വെച്ചത്. സെപ്റ്റംബർ 19-നകം തിരികെ എത്തിക്കണമെന്നായിരുന്നു ദേവസ്വം പറഞ്ഞത്. തിരികെ തരുമ്പോൾ ഇത്ര കിലോ ഉണ്ടാകണമെന്ന് പറഞ്ഞില്ല. ചെമ്പുപാളി ആയതുകൊണ്ട് താൻ അത് അത്രയും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ തുടരുന്നു പോറ്റിയുടെ വാദങ്ങൾ. ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ 15 ലക്ഷം ചിലവ് വന്നു എന്നാണ് പോറ്റി പറയുന്നത്. 394.49 ഗ്രാം സ്വർണമാണ് ഇതിനായി ചെലവഴിച്ചതത്രേ. എന്തായാലും ഒത്തുകളിക്കുന്നത് ആരെന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ഇത്തരം അറ്റകുറ്റപ്പണികൾക്കായി ദേവസ്വം സ്വത്തുക്കൾ കൊടുത്തു വിടേണ്ട കാര്യമില്ലെന്നും ഈ മിനുക്ക് പണികളൊക്കെ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ചാണെന്നും ദേവസ്വം നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചുള്ള നീക്കമാണ് ദേവസ്വം നടത്തിയിരിക്കുന്നതെന്നത് ദുരൂഹത ഉയർത്തുന്നുണ്ട്. പാളികൾ സ്വർണമായിരുന്നെന്ന് ദേവസ്വത്തിലെ ഒരു വിഭാഗം വാദിക്കുമ്പോൾ രേഖകളിൽ ചെമ്പുപാളികൾ എന്ന് എഴുതപ്പെട്ടത് എങ്ങനെയെന്നത് സംശയം വർദ്ധിപ്പിക്കുന്നു. എന്തായാലും തക്ക പിന്തുണയില്ലാതെ പോറ്റി ഇത്തരം ഒരു കാര്യത്തിലേക്ക് തുനിയില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ ബോർഡിൽ തന്നെയുണ്ട് കള്ളൻ എന്നത് തീർച്ച.